അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ മനഃപ്പാഠമാക്കുവാൻ നമുക്ക് സാധ്യമല്ല, പ്രയാസമാണ്. എന്നാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകളിൽ നിന്ന് ഒരു 3 ഹദീസുകളുടെ അർത്ഥം ഗ്രഹിക്കുകയും അത് മുഖേന നമുക്ക് കിട്ടുന്ന അറിവ് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ക്ലിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. 3 ഹദീസുകളാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഹദീസ് പഠനം എന്നതിലെ 2ാമത്തെ ഭാഗമാണ് ഇത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് കാണാം. ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്തു. അർബഉൻ ലാ യശ്ബഉന മിൻ അർബഇ. 4 വസ്തുക്കൾ, 4 കാര്യങ്ങളെ തൊട്ട് ഒരിക്കലും വയറു നിറക്കുകയില്ല എന്ന് പറഞ്ഞാൽ മതിയാവുകയില്ല, ഇനിയും വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കും എന്നാണ്. 1 അർളും മിൻ മതറിൻ. ഭൂമിയാണ്. ആ ഭൂമി മഴയെ തൊട്ട് ഒരിക്കലും ആവശ്യം തീരുകയില്ല. എത്ര മഴ ലഭിച്ചാലും ഇനിയും മഴ വേണം എന്ന ആഗ്രഹം ഭൂമിക്കുണ്ടാകും. 2 വഉൻസാ മിൻ ദക്കരിൻ. സ്ത്രീയൻ, പുരുഷനെ തൊട്ട് എത്രയാണെങ്കിലും മതിയാവുകയില്ല, വീണ്ടും വീണ്ടും ആഗ്രഹിച്ചു. വഅൈനും മിൻ നളരിൻ. കണ്ണ്, ആ കണ്ണിനെ നോക്കുന്നതിനെ തൊട്ട് കണ്ണിന് ഒരിക്കലും ആവശ്യം തീരുകയില്ല. കണ്ണൊന്ന് അടച്ചു പിടിച്ചു നോക്കൂ, ഉടനെ തുറക്കണം, കാണണം എന്നൊരു ചിന്ത കണ്ണിനുണ്ടായിക്കൊണ്ടേ ഇരിക്കും. വആലിമുൻ മിൻ ഇൽമിൻ. അറിവുള്ളതായ ഒരു പണ്ഡിതനാണെങ്കിൽ ഇനിയും എനിക്ക് അറിവ് കിട്ടണം എന്നുള്ള ഒരു ചിന്ത പണ്ഡിതന് വന്നുകൊണ്ടേയിരിക്കും. എവിടെങ്കിലും ഒരു അറിവുണ്ട് എന്ന് കേട്ടാൽ, ഒരു വിവരം ഇന്ന കിതാബിലുണ്ട് എന്ന് കേട്ടാൽ ആ കിതാബ് കിട്ടണം എന്ന് കൊതിയായിരിക്കും. അതാണ് 4 വിഭാഗം ആളുകൾ. 4 കാര്യങ്ങളെ തൊട്ട് ഒരിക്കലും അവരുടെ വയറ് നിറയുകയില്ല എന്ന് പറഞ്ഞാൽ മതിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ്. 2 അർബഉ മിൻ സഅദത്തിൽ മർഇ. ബഹുമാനപ്പെട്ട ദൈലമി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് 4 കാര്യം ഒരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണ്. 1 അൻ തകൂന സൗജത്തുഹു സാലിഹ. ഭാര്യ സാലിഹത്തായ ഭാര്യയായിരിക്കുക. 2 ഔലാദുഹു അബ്റാറ. മക്കൾ അബ്റാരിങ്ങളായിരിക്കുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളാവുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വഖുലതാഉഹു സാലിഹീൻ. അവൻ സമ്പർക്കം പുലർത്തുന്ന ആളുകളൊക്കെയും സാലിഹീങ്ങളാവുക. നമ്മുടെ ബന്ധം സാലിഹീങ്ങളാവുക, നല്ല ആളുകളോട്. വഅയ്യകൂന റിസ്ഖുഹു ഫീ ബലദിഹി. അവന്റെ ഭക്ഷണം അവന്റെ നാട്ടിൽ തന്നെ ഉണ്ടാവുക. ഭക്ഷണത്തിനുള്ള മാർഗം അവനിക്ക് നാട്ടിൽ തന്നെ ഉണ്ടാവുക എന്നതാണ്. ഇത് ഒരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 2ാമത്തെ ഹദീസ്. 3 ഹദീസ് മാത്രം ഉൾപ്പെടുത്തി ഒരു ചെറിയ ക്ലിപ്പാക്കിക്കൊണ്ട് ഹദീസുകളുടെ അർത്ഥം പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചാനൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് സാധാരണക്കാർ അല്ലാത്തവർക്കും ഇത് ഉപയോഗപ്പെടുത്താം, പണ്ഡിതന്മാരായ ആളുകൾക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണ്. മുഖ്താറുൽ അഹദീസിൻ നബവിയ്യ വൽ ഹിക്മത്തിൽ വൽ ഹികമിൽ മുഹമ്മദിയ്യ.
എന്ന് പറയുന്ന കിതാബിൽ നിന്നാണ് ഈ ഹദീസുകളൊക്കെ ഞാൻ വിവരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഉപകാരപ്പെടും കേൾക്കുന്നവർക്കൊക്കെ. മൂന്നാമത്തെ ഹദീസ് അർബഅത്തുൻ, ബഹുമാനപ്പെട്ട നസായി എന്നവർ അവിടുത്തെ കിതാബിൽ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അർബഅത്തുൻ യബ്ഗളുഹുമുല്ലാഹു, 4 വിഭാഗം ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദേഷ്യപ്പെടും. അല്ലാഹുവിന്റെ ദേശത്തിന് പാത്രീഭൂതരാകുന്ന അർഹരാകുന്ന 4 വിഭാഗം ആളുകൾ. ഒന്നൽ ബയ്യാഉൽ അല്ലാഹ്, വളരെയധികം സത്യം ചെയ്തുകൊണ്ട് കച്ചവടം നടത്തുന്ന വ്യക്തി. അനാവശ്യമായി അയാളുടെ ജോലി കച്ചവടമാണ്, പക്ഷേ അനാവശ്യമായി സത്യം ചെയ്യുകയാണ് അദ്ദേഹം. അല്ലാഹു അദ്ദേഹത്തോട് ദേഷ്യപ്പെടും. 2 വൽ ഫഖീറുൽ മുഖ്താർ, മുഖ്താൽ, മുഖ്താലായ ഫഖീർ, ദരിദ്രൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരിയായ ദരിദ്രൻ, അവനോട് അല്ലാഹുവിന്റെ ദേഷ്യമാണ്. വശൈഖുസ്സാനി, വ്യഭിചാരം ചെയ്യുന്ന വൃദ്ധനായ മനുഷ്യൻ, അവനോട് അല്ലാഹുവിന് ദേഷ്യമാണ്. വൽ ഇമാമുൽ ജാഇറു, അക്രമിയായ ഭരണാധികാരി, ഇവനോട് അല്ലാഹു ദേഷ്യപ്പെടുന്നതാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ ഹദീസുകൾ മനസ്സിലാക്കിയതിന് ഒരു പുണ്യകർമ്മമായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് പ്രവാചകരുടെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ ചാനലിലുള്ള വളരെയധികം ആളുകളുണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് അംഗമായിട്ടുള്ളവർ. അവരെല്ലാം വിജയികളിൽ അല്ലാഹു ഉൾപ്പെടുത്തുകയും അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു ഹാസിലാക്കുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.